വി.ഡി. സതീശൻ അത് പ്രഖ്യാപിച്ചു. പി.വി. അൻവറിനെ UDF-ലേക്ക് ഇനി അടുത്ത കാലത്തൊന്നും പ്രവേശിപ്പിക്കില്ല. ആ വാതിൽ അടഞ്ഞു തന്നെ. ഈ അടുത്ത കാലത്തെങ്ങും ആ വാതിൽ തുറക്കാൻ പോകുന്നില്ല. ഇപ്പോൾ അതിനുള്ള അവസരമല്ല. മറ്റ് പല കാര്യങ്ങളും ഞങ്ങൾക്ക് ആലോചിക്കാനുണ്ട്, ഞങ്ങൾക്ക് ചിന്തിക്കാനുണ്ട്, പ്രവർത്തിക്കാനുണ്ടെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. അപ്പോൾ പി.വി. അൻവർ ആരായി? ചുരുക്കി പറഞ്ഞ നമ്മുടെ ഒരു ശൈലിയുണ്ടല്ലോ, ശശിയായി എന്ന് പറയാം. പി.വി. അൻവർ ഇലക്ഷന് റിസൾട്ട് വരുന്നതിന് തൊട്ട് മുന്നേ വരെ വി.ഡി. സതീശനെ അങ്ങോട്ട് ചീത്ത പറഞ്ഞലോട് ചീത്ത പറയൽ. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അന്നു മുതൽ ചീത്ത പറയലാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നത് വരെ യു.ഡി.എഫിനൊപ്പം തോളോട് തോൾ ചേർന്ന് അസോസിയേറ്റ് മെമ്പർ UDF-ൽ ഇപ്പോൾ കയറും എന്ന് പറഞ്ഞ് നടന്ന പി.വി. അൻവർ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഉടനെ മലക്കം പറഞ്ഞു. വി.ഡി. സതീശൻ ഫ്രോഡ്, പിണറായിയേക്കാൾ ഫ്രോഡ്, വി.ഡി. സതീശനുള്ള മുന്നണിയിലേക്ക് ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് വി.ഡി. സതീശനെ കുറെ ചീത്ത പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്തിനെ അതിനപ്പുറം ചീത്ത പറഞ്ഞു. എന്നിട്ട് നാട് നീളെ പറഞ്ഞു പിണറായിയേക്കാൾ വലിയ മോശമാണ് വി.ഡി. സതീശൻ, വി.ഡി. സതീശനുള്ള മുന്നണിയിലേക്ക് ഞാനില്ല, റിസൾട്ട് വരുമ്പോൾ പെട്ടി തുറക്കുമ്പോൾ കണ്ടോളൂ, ഷൗക്കത്ത് 8 നിലയിൽ പൊട്ടും എന്നൊക്കെ പ്രചരണം നടത്തി. കുപ്രചരണമാണോ നല്ല പ്രചരണമാണോ എന്നൊന്നും അറിയില്ല. പെട്ടി തുറന്നപ്പോൾ ഷൗക്കത്ത് ജയിച്ചു. ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചപ്പോൾ അൻവർ പ്ലേറ്റ് മാറ്റി. അൻവർ പറഞ്ഞു എന്താണ്, ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചപ്പോൾ അൻവർ പറഞ്ഞു UDF-ന്റെ വോട്ടുകളല്ല ഞാൻ പിടിച്ചത് LDF-ന്റെ വോട്ടുകളാണ്. പിണറായിസത്തിനെതിരെയായിരുന്നു എൻ്റെ പോരാട്ടം, ഞാൻ കോൺഗ്രസ് പാർട്ടിക്കെതിരെ അല്ല മത്സരിച്ചത് എന്നൊക്കെ പ്ലേറ്റ് മാറ്റിയപ്പോൾ സണ്ണി ജോസഫിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിരുന്നു. എന്താണ്, ഇടയ്ക്ക് പി.വി. അൻവറിനൊന്ന് ആശ്വസിക്കാമായിരുന്നു. സണ്ണി ജോസഫിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ എന്താണ്, അടഞ്ഞ അധ്യായമല്ല, പരിഗണിക്കാവുന്നതാണ്. പി.വി. അൻവറിനെ ഒപ്പം കൂട്ടിയിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം കൂടുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. സണ്ണി ജോസഫിനെയും വി.ഡി. സതീശൻ വലിച്ചു കീറി ഒട്ടിച്ചു. ഇനി മേലിൽ ഇമാതിരി കമൻറ്റും കൊണ്ട് പുറത്തു വന്നു പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ റബ്ബർ സ്റ്റാമ്പായി അവിടെ ഇരുന്നാൽ മതി, ഞാൻ പറയും അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ പറയും, അത് മാത്രം നിങ്ങൾ പുറത്തു പറഞ്ഞാൽ മതി എന്ന് സണ്ണി ജോസഫിനെ താക്കീത് ചെയ്തു. അങ്ങനെ സണ്ണി ജോസഫിൻ്റെ പിന്തുണയും പി.വി. അൻവറിന് നഷ്ടമായി. ചുരുക്കി പറഞ്ഞാൽ പി.വി. അൻവറിൻ്റെ ഗതി ഗോവിന്ദ. പി.വി. അൻവർ UDF-ലേക്ക് ഇപ്പോൾ ഉണ്ടാകില്ല. ഇനി പി.വി. അൻവർ ഈ കർഷകർ 103 കർഷക സംഘടനകൾ, 67 മണ്ഡലങ്ങൾ, മലയോര കർഷകർ, വന്യജീവി പ്രശ്നമൊക്കെ പറഞ്ഞ് ഒരു 3ാം മുന്നണിയൊക്കെ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ എന്താകുമെന്ന് കാലം തെളിയിക്കട്ടെ. അതവിടെ നിൽക്കട്ടെ. ഞാൻ കോൺഗ്രസിൻ്റെ കാര്യത്തിലേക്ക് മടങ്ങി വരാം. പി.വി. അൻവറിൻ്റെ കാര്യം കോൺഗ്രസ് ഇപ്പോൾ ചർച്ച ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പി.വി. അൻവർ ഇലക്ഷനിൽ അങ്ങോളം ഇങ്ങോളം കോൺഗ്രസിനെതിരെയാണ് പ്രചരണം നടത്തിയത്, UDF മുന്നണിക്കെതിരെയാണ് പ്രചരണം നടത്തിയത്, അവിടുത്തെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെയാണ് പ്രചരണം നടത്തിയത്. അതുകൊണ്ട് പി.വി. അൻവറിനെ തൽക്കാലം ഉൾപ്പെടുത്താൻ വയ്യ. അതിന് ഏതെങ്കിലും സാഹചര്യമുണ്ടെങ്കിൽ അപ്പോഴാലോചിക്കാം. ഇപ്പോൾ മറ്റു കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി യോഗം 27-ാം തീയതി ചേരും. അതിലും പി.വി. അൻവർ ചർച്ചയാകില്ല. അവർ ചർച്ച ചെയ്യാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മുന്നോട്ട് പോകാം, പിന്നെ പുനഃസംഘടന. അതൊരു കീറാമുട്ടിയാണ്. അതുകൊണ്ട് KPCC-യിലും DCC-യിലുമൊക്കെ വലിയ മാറ്റങ്ങൾ വരില്ല. ഇപ്പോഴുള്ള ടീം നല്ല ടീമാണ്. ഈ ടീം വർക്ക് തന്നെ മുന്നോട്ട് പോകും. ചെറിയ മാറ്റങ്ങൾ അവിടെ ചെറിയ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അപ്പോഴും വലിയൊരു ചോദ്യചിഹ്നം നിൽക്കുന്നു. KPCC പ്രസിഡന്റ് എന്ത് ചെയ്യും, സണ്ണി ജോസഫിന് എന്ത് ചെയ്യും? അത് പി.വി. അൻവർ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു മൂലയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി, ഞങ്ങൾ പറയും, നിങ്ങളത് ഏറ്റുപറയുക, അത്രയും ചെയ്താൽ മതി. തൽക്കാലം മറ്റൊന്നും ചെയ്യേണ്ടതില്ല. ചുരുക്കത്തിൽ പി.വി. അൻവറിൻ്റെ സ്ഥിതി ഗോവിന്ദയാണെങ്കിൽ സണ്ണി ജോസഫിൻ്റെ സ്ഥിതി അതിനേക്കാൾ ഡബിൾ ഗോവിന്ദ ആയിട്ടുണ്ട് കോൺഗ്രസിനുള്ളിൽ. അവിടെ കോൺഗ്രസിൽ, അതായത് കോൺഗ്രസിൽ മാത്രമല്ല UDF-ലും കരുത്തനായി മാറിയിരിക്കുന്നത് വി.ഡി. സതീശനാണ്. മറ്റുള്ള ആളുകൾ പ്രവചിച്ചതുപോലെ വി.ഡി. സതീശൻ്റെ ചീട്ട് കീറും എന്നുള്ള പ്രവചനമൊന്നും ഫലിക്കാതെ പോയി. വി.ഡി. സതീശൻ കരുത്തനായി മാറി. എന്നിട്ട് വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു, ക്യാപ്റ്റൻ എന്ന വിളിയൊന്നും എനിക്ക് വേണ്ട, അതിലൊന്നും ഞാൻ കോൾമയർ കൊള്ളില്ല, കോരിത്തരിപ്പൊന്നും എനിക്ക് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും ഒരു ഉൾക്കോരിത്തരിപ്പ് സതീശന് ഉണ്ടാകും. അങ്ങനെയുള്ള ക്യാരക്ടറാണ് സതീശൻ്റെ എന്ന കാര്യത്തിലും തർക്കമില്ല. തർക്കം വരാത്തതൊറ്റ കാര്യത്തിലേ ഉള്ളൂ. അൻവറിൻ്റെ കാര്യത്തിൽ അടച്ച വാതിൽ തുറക്കാൻ തൽക്കാലം സൗകര്യമില്ലെന്ന് സതീശൻ ഉറപ്പിച്ച് കട്ടായം പറഞ്ഞു. അൻവർ അങ്ങനെ തിരസ്കൃതനായി പുറത്തു നിൽക്കുന്നു. 3ാം മുന്നണിയുടെ കാര്യം അൻവർ ആലോചിക്കും.